ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ സാധനമായിട്ട് ഉണ്ടാക്കാൻ പോണേ. വേഫർ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. യെസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ക്രീമി ആയിട്ടുള്ള ഒരു വേഫർ. അതെ, നമുക്ക് സിമ്പിൾ ആയിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. സിമ്പിൾ ആണെങ്കിലും പവർഫുൾ സാധനം, നല്ല ടേസ്റ്റ് ഉള്ള സംഭവം. പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാലോ. വീഡിയോയിലെടുക്കാം. അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ്. ഇതും വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മൈദ പറഞ്ഞുതരാം എന്തൊക്കെയാ എടുത്തുക്കണേന്ന്. മൈദ എടുത്തിട്ടുണ്ട്, 4 മുട്ട എടുത്തിട്ടുണ്ട്. മൈദ എന്ന് പറയുമ്പോൾ അളവൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോ പറഞ്ഞുതരാട്ടോ. ഇത് ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ഷുഗർ നമ്മളിങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ എടുക്കണം. ഐസിങ് ഷുഗർ എന്ന് പറയും. അതെ, ഐസിങ്. ഇത് പിന്നെ കുറച്ച് മാത്രം ഉപ്പ് വേണ്ടോ. പിന്നെ വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ വേണം. പിന്നെ കുറച്ച് ബൗള് കാര്യങ്ങൾ എത്ര മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. പാലുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അതെ, കുക്ക് ചെയ്യണതിലേക്ക് പോയി. അപ്പൊ ഇതിവിടെ നമ്മൾ മൈദയാണ് ആദ്യം എടുക്കണ. മൈദയുടെ അളവ് പറയുമ്പോ 250 ഗ്രാമിന്റെ 4 കപ്പ് മൈദയാണ് ഇപ്പൊ എടുത്ത് വെച്ചേക്കണേ. അതിലേക്ക് നമ്മൾ 2 ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്യണം. അപ്പൊ ബേക്കിംഗ് പൗഡർ 4 ടീസ്പൂൺ എടുക്കുക. പിന്നെ 1 സ്പൂണ് സാൾട്ട് ഇടുക. ബേക്കിംഗ് പൗഡർ ഇങ്ങനെ 4 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. 4 ഫുൾ ഇടാല്ലേ? അത്യാവശ്യം അത്ര ഉണ്ടാ, കുറച്ചായിട്ട് ഇട്ടോ. 1 3.5 ഇട്ടാ മതി. ഇത്ര എടുക്കണ്ടല്ലോ. അത് കട്ടേ വേണം. അപ്പൊ കുറച്ചും കൂടി മതി. അപ്പൊ നൈസായിട്ട് അളവ് തെറ്റി. ഞാൻ എടുത്തു പോണത് ടേബിൾ സ്പൂണിന്റെ അളവായിരുന്നു. എന്റെ മിസ്റ്റേക്ക് ആണ്. അപ്പൊ 2 സ്പൂൺ ഇത് ഇട്ടിട്ടുള്ളൂ. ശരിക്കും കുഞ്ഞ സ്പൂൺ ആണെങ്കിൽ 4 ഇടണം. അപ്പൊ ഇനി 1 സ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്താ ഇത് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലല്ല, 1 സ്പൂണ്. ഹാഫ് ടേബിൾ സ്പൂൺ. അപ്പൊ ഇതിന്റെ ഹാഫ് മതി. അപ്പൊ ഫുൾ ഇടണം. ഒരു 2 സ്പൂൺ നമുക്ക് കുറേ ഇല്ലേ? 1 സ്പൂണ് അത്യാവശ്യം ഇട്ടോ. ഒരു ഹാഫ് ടേബിൾ സ്പൂൺ, ഒരു മുക്കാലോളം എടുത്തിട്ടുണ്ട് ഉപ്പ്. ഇതിപ്പോ ജസ്റ്റ് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുകൊണ്ട് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോ. ഓക്കെ, അതുകൊണ്ട് തന്നെ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇനി നെക്സ്റ്റ് അടുത്ത വേറെ ബൗൾ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടോ. അതെ, കുറച്ച് നീക്കി വെച്ച വേറെ ബൗൾ എടുത്തിട്ട് നമുക്ക് മുട്ട പൊട്ടിക്കൽ എന്റെ ടാസ്ക് ആണല്ലേ. ഏതുണ്ടോ പൊട്ടിക്കതുണ്ടോ? 4 മുട്ട നമുക്ക് ഇതിലിട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ ഇത് എടുക്കണേന്റെ അളവനുസരിച്ചിട്ടാണ് നമ്മൾ മുട്ടേന്റെയും ബാക്കി സാധനങ്ങളുടെയും അളവ് എടുക്കേണ്ടത്. ഇപ്പൊ 4 കപ്പൊക്കെ ആയ കാരണമാണ് നമ്മൾ 4 മുട്ട എടുത്തേക്കണേ. ഇപ്പൊ 2 കപ്പ് മൈദ എടുത്തിട്ടില്ല വെച്ചാൽ 2 മുട്ട ഇട്ടാൽ മതി. 250 ഗ്രാമിന് ഓരോ മുട്ട വീതം. അതെ, അപ്പൊ നമുക്ക് പിന്നെ ഞാൻ ഇതിൽ സഹായിച്ചില്ല. ഇതൊന്നും ഇട്ടു. ഇപ്പൊ ഞാൻ മുട്ട പൊട്ടിക്കാനായിട്ട് ട്രിക്ക് ഉണ്ട് നോക്കിയേ. ഒരു ചാൻസിൽ കിട്ടിയത്രല്ല ഞാൻ ചിലത്. സാധനം പോയിരുന്നു. ഈ പഞ്ചസാര ഇടണം. പിന്നെ വാനില എസൻസ് ഇടണം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രസമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 6 സ്പൂണ് പൊടിച്ച അത്ര കുറച്ച് എന്നിട്ട് വീണ്ടും ഇതാക്കിയിട്ട് വീണ്ടും ഇളക്കേണ്ടതാ. അപ്പൊ ഇനി 6 സ്പൂണ് ഇത് വെച്ചിട്ട് എടുക്കാം. ഇത് അപ്പൊ 3 ടേബിൾ സ്പൂൺ ആയതുകൊണ്ട് ഞങ്ങൾ 6ന്റെ പകരം 3 ചെയ്യും. ശരിക്കും വേഫറിന് അത്ര മധുരം വേണ്ട. ഇതിന്റെ മേലേക്കുള്ള മറ്റേ ഫിനിഷിംഗ് ചെയ്യുമ്പോൾ ക്രീമിനാണ് ശരിക്കും മധുരം വേണ്ടത്. ഓക്കെ, നമ്മള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്നിട്ട് വാനില എസൻസ് 2 സ്പൂൺ. അതെന്താ അളവ്? അതേ അളവല്ല, അളവ് ഉപ്പിന്റെ അളവ് 2 വേണം. ഇത് നമുക്ക് കുറച്ച് അളവ് എടുത്തിട്ടില്ല. ഇത്ര വെച്ചിട്ട് വയ്ക്കണം. തുണ്ടും കൂടി ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാതിരിക്കും. അടുത്ത് നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇത് എത്രയായിരുന്നു അളവാ? നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 90 ഗ്രാം ബട്ടറാണ് നമ്മൾ മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. നല്ല ബട്ടറിന്റെ മണം. ബട്ടർ ഒഴിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതില് 250 ml അല്ലേ? 250 ml നമുക്ക് 4 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മൈദയുടെ സെയിം അളവല്ലേ? അതെ, ഇതിലേക്ക് ടക്കയോ 2 3 ആദ്യം കുറച്ച് കൂടുതൽ എടുത്തു പോയി. അത് കാരണം ലാസ്റ്റിലേക്ക് കുറച്ച് കറക്റ്റ് പാല് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല
രസമുണ്ടല്ലോ ഇപ്പൊ കാണാൻ, നെയ്യിലും പാലൊക്കെ ഒഴിച്ചിട്ട്. ഇതിപ്പോ പായസാണോ ഉണ്ടാക്കാൻ പോണേ? അതെ, ഉണ്ടാക്കണ പോലെ ഉണ്ട്. ഇനി എന്നിട്ട് വരെ ചെയ്യണ്ടേ? ഇതിലേക്ക് കുറച്ച് ഞാൻ ഒഴിച്ചുതരാം, നീ ഇത് വെച്ചിട്ട് മിക്സ് ചെയ്തോളാം. ഞാൻ കുറച്ച് ഒഴിച്ചുതരാം. എന്നുവെച്ചത് മൊത്തം നമ്മൾ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കട്ട കുത്തിയിട്ട് കുറെ നേരം എടുക്കും നമുക്ക് മിക്സ് ചെയ്ത് വരാൻ. ആ ഒരു കുറച്ച് കട്ട പിടിച്ച് അങ്ങനെ വരും. അപ്പൊ നമുക്ക് കുറച്ചാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നീ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തോ, ഞാൻ ഇതില് ഓരോ കപ്പ് ഒഴിച്ചുതരാം. ഇപ്പൊ പഴംപൊരി പോലെയല്ലോ. ഇനി നമുക്ക് എടുക്കൂ. അതൊരു ചെറുപഴം ഉണ്ടെങ്കിൽ ബട്ടറിലൊക്കെ ആക്കിയിട്ട് ഇതാക്കുമ്പോൾ നല്ല രസമാവില്ലേ? ബട്ടറിലെ പഴംപൊരിയാ നല്ല ടേസ്റ്റും. ഓ ഇത് മറ്റേ പഴംപൊരി ബീഫും കോമ്പിനേഷൻ പോലെ ഇപ്പൊ ബട്ടറും പഴംപൊരിയാ. കുറച്ച് പഞ്ചസാരയും ഉണ്ട്. എന്നാ ആയിക്കട്ടെ, ഈ സൈഡത്തേക്ക് എടുക്കട്ടോ. നീ എനിക്ക് ബുദ്ധിമുട്ടുള്ള പണി നോക്കിയാന്ന് തോന്നുന്നു. എനിക്ക് ഒഴിക്കില്ല, വേണ്ട. ആ സൈഡത്തേക്ക് എടുത്ത് ഒഴിച്ചോളോ. ഞാൻ അതിങ്ങോട്ട് തട്ട്, ഞാൻ അതിലേക്ക് ഒഴിച്ചു തരാം. അപ്പൊ നമുക്ക് ലാസ്റ്റത്തെ ഇത് ഒഴിച്ചു കൊടുക്കാം. അതെ, അത് കാരണം ഒന്ന് കട്ട് ചെയ്തത് ഇട്ട് ഇങ്ങനെ ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് അങ്ങനെയാണ് ഇങ്ങനെ ഒരു പഴംപൊരി ദോശമാവിന്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടിയത്. സൈഡില് കണ്ടോ ഇതാക്കി മിക്സ് ആക്കി മൊത്തത്തില് അവിടെ വെള്ളം പോലെ നിൽക്കുന്ന സൈഡിൽ ഇതും കൂടി കഴിഞ്ഞു. അടുത്ത് നമ്മള് ബേക്ക് ചെയ്യാൻ പോവാണ്. മണം നല്ല ബട്ടറിന്റെ മണം വരണേ. അപ്പൊ മാവിന്റെ പരിപാടി കഴിക്കും. ഇതില് വെച്ചിട്ടാണ് നമ്മള് ചെയ്തെടുക്കാൻ പോണത്. കണ്ടോ, ഇതില് നമ്മള് ഒഴിച്ചു കൊടുക്കണം. ഇത് വേഫർ മേക്കർ ട്ടോ. അതെ, കുറച്ച് ബട്ടർ തേക്കുന്നുണ്ടോ? അടിഭാഗത്തും തേച്ചു കൊടുത്തോ. അവിടൊക്കെ എല്ലാ ഭാഗം ബട്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് എന്നിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതില് മാത്രല്ലേ ഒഴിക്കണ്ടേ? ആദ്യം ഇതിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. മേടിക്കുന്ന ഒഴിക്കാൻ നിൽക്കല്ലോ, ഒരിച്ചു വരും. വെയിറ്റ് ചെയ്ത് ഫുൾ കവറാവണ്ട. പിന്നെ ഇത് ലോക്ക് ചെയ്ത് വെക്കാൻ പാടില്ല കേട്ടോ. ഇത് അടച്ചു വെക്കുമ്പോ ലോക്ക് ചെയ്യാൻ പാടില്ല. മതിയില്ലേ? ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊന്തി വരുമ്പോ ബുദ്ധിമുട്ടാവും. അത് കാരണം ലോക്ക് ചെയ്യണ്ട, ജസ്റ്റ് ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി. അടച്ചു വെക്കുക, ലോക്ക് ചെയ്യണ്ട. അപ്പൊ ബേക്ക് ആവുമ്പോ ഇങ്ങനെ ഇതാവുമ്പോ പൊന്തി വരാൻ വേണ്ടിട്ടാണ് അടയ്ക്കാത്തത്. എത്ര നേരം വെക്കണം? 5 മിനിറ്റ് അല്ലേ? 5 മിനിറ്റ് വെക്കാം. ആദ്യമായിട്ടാണ് ഈ മെഷീൻ യൂസ് ചെയ്യണം ഞങ്ങള്. അതെ, അപ്പൊ അതാ ആദ്യത്തെ ഞങ്ങൾ ട്രൈങ് ആണിത്. ഇത്ര നാളെ കോളായാലും പേടിക്കണ്ട, ഫസ്റ്റ് ടൈം ആന്ന് പറയാലോ. ആയിട്ടില്ല കേട്ടാ. ഒരു കണ്ടോ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഞെക്കി വെക്കാൻ നമുക്ക് അറിയാൻ പറ്റും. ഒരു കട്ടി പോലെ അങ്ങനെ ചെറിയ അങ്ങനെ ഒരു ഇത് വരണം. തിന്നുമ്പോ ഒരു ആ ഒരു ക്രിസ്പി അങ്ങനെ ഒരു ഇതില്ലേ, ക്രിസ്പിനെസ് പോലെ അങ്ങനെ ഒരു പരിവാവണം. ഇനി നമുക്ക് കറക്റ്റ് ഇപ്പൊ 3 ഇനി കറക്റ്റ് 5 നിർത്താം. 5 മിനിറ്റ് ആയിട്ട് നമുക്ക് തുറക്കാൻ. ഞാൻ തുറക്കാൻ പോവാട്ടാ. കഴിഞ്ഞോ ഇല്ലയോ നമുക്ക് അറിയാം. പക്ഷെ ഇവിടെ ആയിട്ടില്ല. നമുക്ക് തോന്നുന്നത് ഇത് സാധനം തിരിച്ചു വെക്കണം തോന്നുന്നുണ്ട്. അതാ പറഞ്ഞ ബാക്കിൽ കുറച്ചാവുണ്ട്. ഈ ഭാഗം തിരിച്ചു വെക്കണം. അപ്പൊ ഈ ഭാഗം എങ്ങനെയാവുക? കണ്ടോ, ഇപ്പോഴായിട്ടില്ല. ഡയറി മിൽക്കി ബാർ പോലെയല്ലേ ഇപ്പൊ ഇങ്ങനെ ആയിട്ടുള്ള. ശരിക്കും നമുക്ക് കിട്ടല്ലേ ഒക്കെ ഇപ്പൊ മിൽക്കി ബാർ പോലെ ആയിട്ടുള്ള. ഇന്ന് ഇത് ബ്രൗൺ കളർ വരുന്നത്. ഇപ്പൊ എങ്ങനെ അറിയാം, ദോശ പരിവായിക്കാൻ ഞെങ്ങുണ്ട്, പക്ഷെ അങ്ങനെ വരാൻ പാടില്ല. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ഫ്ലോപ്പായി, നമുക്ക് സെക്കൻഡ് ഉണ്ടാക്കി. അതെന്താ പറയുക, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് അടച്ച് അങ്ങനെ ചെയ്തില്ല. അപ്പൊ അതെന്ന് തോന്നുന്നു അതാന്ന് തോന്നുന്നുണ്ട് പ്രശ്നം. നമുക്ക് അടുത്ത് നോക്കി നോക്കാം. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് ഞാൻ ഫസ്റ്റ് ആക്കിയ കാരണം അങ്ങോട്ട് കൊളായത്. ഇനി ഇവനെ കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. കറക്റ്റ് ഞാൻ എടുത്തുതരാം. ഫസ്റ്റ് നമ്മൾ കവർ ചെയ്ത് കൊടുത്തില്ല, അതിന്റെ മിസ്റ്റേക്ക്. ഞാനും വിചാരിച്ചത് വേഫർ ശരിക്കും ഇങ്ങനെ അല്ലല്ലോ വരണ്ടേ, ഉള്ളൊരു എന്താ പറയാ ഒരു ബിസ്ക്കറ്റ് ഷേപ്പിൽ. ലാസ്റ്റ് ചെയ്യാം നോക്കിയിട്ട്. മതി, എല്ലാ രീതിക്ക് കവറാവുന്ന രീതിക്ക് നമുക്ക് ആയണ്ട് 20 മിനിറ്റ് വെച്ചിട്ടുണ്ട്. നോക്കാം. നല്ല ചൂട് ഞെക്കി നോക്കട്ടെ, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ കറക്റ്റ് വേവായിട്ടുണ്ട്. അപ്പൊ സക്സസ്ഫുൾ. എടുത്തിട, നല്ല ചൂടുണ്ടല്ലേ. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ഇടുക.
എന്നിട്ട് ഇത് നമുക്ക് അടച്ച് പൂട്ടി അടയ്ക്കാൻ വരട്ടെ. ഇനി ബാക്കിയും കൂടി മാവുണ്ട്, അതിന് ശരിയല്ലേ? ബാറ്ററും കൂടി ഉണ്ട്, അതും കൂടിയും ഫുൾ ഉണ്ടാക്കിയിട്ട് കാണിക്കാം. പിന്നെ ഡെക്കറേഷൻ വർക്ക്. അതെ. അപ്പൊ നമ്മളിവിടെ മാവ്, ബാക്കിയുള്ള മാവൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഇവിടെ കാണിച്ചാൽ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ, ഇനി നമുക്കിത് ക്രീമും ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. നീ ക്രീം തേച്ച് തുടങ്ങിക്കോ, ഞാൻ ചോക്ലേറ്റ് ഒഴിച്ചോളാം. ഇതാണ് മെയിൻ സംഭവം. ഇതില്ലെങ്കിൽ പച്ചക്ക് ബ്രെഡ് ഇങ്ങനെ പോലും. അതെ, സാധാരണ നന്നായിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. എന്നിട്ട് വന്നാ ഗസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ. ഹലോ, അതെ അറിയാ, പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നത്. ഇവൾക്ക് ഇതൊക്കെ നല്ല ഇഷ്ടമാണ്. വിളിച്ചിട്ടുണ്ടായിരുന്നതാ. നിക്ക് ദേവുന് ഇവിടെ കുറച്ച് നാശം ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്ത് കാണിട്ടാ. മറ്റേ സംഭവമാണ് ഉപയോഗിക്കേണ്ടത്, പക്ഷെ നമ്മള് ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്തപ്പോ വീഴുന്നില്ലല്ലോ. ഭംഗിയിലല്ല ഇത് വീഴാത്ത കാരണം ഞാൻ എന്താ ചെയ്യാ. കുറച്ച് ഇങ്ങനൊക്കെ മതിയില്ലേ, ആക്കിക്കോ. ദേവു തിന്നാൻ തോന്നുന്നുണ്ടാ? ഇല്ലേ, അന്ന് കൊടുക്കണ്ടാട്ടാ. നമുക്ക് ഇവിടെ നമ്മള് തിന്നുമ്പോ ഭംഗിക്ക് ഇരുത്താം. നമ്മളിങ്ങനെ എനിക്ക് ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്ത് മാത്രം തിന്നാൻ തോന്നുന്നു അല്ലേ? അപ്പൊ ഗായ്സ് ഞങ്ങളുടെ വേഫർ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ തിന്നോക്കിയ ബാക്കി അതെ, തിന്നിട്ട് ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാം. ദേവും തിന്നോക്കിയ ആദ്യം അവളത് കഴിക്കട്ടെ, എന്നിട്ട് അവൾ എങ്ങനെയുണ്ടെന്ന് പറയണത് നമുക്ക് തിന്നണമെന്ന് ആലോചിക്കാം. കഴിച്ചോ? പേടിച്ചു. ഞങ്ങൾ ഉണ്ടാക്കണ പേടിക്കണ്ട, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കറക്റ്റ് സത്യസന്ധമായിട്ട് പറഞ്ഞോളോ, ഞങ്ങൾ ആരും പഠിപ്പിച്ചു കൊടുക്കില്ല കേട്ടോ. ഇഷ്ടായ എന്നിട്ട് നിനക്ക് ടേസ്റ്റ് തോന്നണേ? വേഫർ നീ തിന്നിട്ടുള്ളതല്ലേ, അതും ഇത് എങ്ങനെ സത്യം പറഞ്ഞോ, എങ്ങനെയാ നമുക്ക് തോന്നണേ? അല്ല, ഈ സംഭവം നിങ്ങക്ക് ഈ ബാറ്ററി ഉണ്ടാക്കിയത് എങ്ങനെയാ തോന്നണേ? അങ്ങനെ ഒരു വഴിയില്ലല്ലോ, നമുക്ക് ആണോ? തിന്നോ നിക്ക്. ഡയറി മിൽക്ക് ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. കഥ കിട്ടിയാൽ ഇപ്പൊ എന്നുവെച്ചാ ഡയറി മിൽക്ക് എല്ലാം ഒഴിച്ചിട്ട് കഴിക്കുമ്പോ ടേസ്റ്റ് ഉണ്ട്. സാധാരണ എനിക്ക് തോന്നുന്നത് വിപ്പിംഗ് ക്രീം മാത്രമേ ചിലപ്പോ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ വേഫറിന്റെ ടേസ്റ്റ് അല്ല, അത് ഞാൻ സത്യമായിട്ട് പറയാം. ഈ സാധനം വേഫറിന്റെ ടേസ്റ്റ് അല്ല, പക്ഷെ നമ്മളെന്തോ എന്തൊരു സാധനം ബ്രെഡും അല്ല, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് വിപ്പിംഗ് ക്രീം എനിക്കൊരു കേക്ക് ഇങ്ങനെ മുരിച്ചെടുത്ത പോലെയൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നണേ. വേഫറിന്റെ ടേസ്റ്റ് അല്ല ശരിക്കും പറഞ്ഞ, പക്ഷെ നമ്മൾ അതാണ് ഉദ്ദേശിച്ചത്. കറക്റ്റ് അങ്ങനെ വന്നിട്ടില്ല, എന്നാലും വെറുതെ കഴിക്കാൻ പറ്റും അല്ലേ? സിമ്പിളായിട്ട് എന്ന് വെച്ചാൽ ബാറ്ററി കലക്കാൻ മാത്രം ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ, ബാക്കിയൊക്കെ സിമ്പിളായിട്ട്. പിന്നെ 20 മിനിറ്റ് നമ്മൾ ഇതിൽ വെക്കും വേണം, അത്രേ ഉള്ളൂ. പിന്നെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇൻഗ്രീഡിയൻസ് ആയാലും സിമ്പിൾ ആണ്, മാത്രമേ ഉള്ളൂ. സംഭവം വേഫറിന്റെ പോലെയല്ല. അതെ, പക്ഷെ വെറുതെ കഴിക്കാൻ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് ടൈപ്പാണ്. പിള്ളേർക്ക് മാത്രമല്ല എല്ലാവർക്കും പക്ഷെ ഇഷ്ടമായ ടൈപ്പാണ്, പക്ഷെ വേഫറിന്റെ ടേസ്റ്റ് ഉണ്ട്. ഇതല്ലേ, ഇതാണ് സത്യസന്ധമായിട്ടുള്ള. അതെ, കൊറേ ക്രീമില് കൊറേ നമ്മള് ഇത് ഇടില്ലോ, അപ്പൊ ടേസ്റ്റ് ഉണ്ടല്ല, കുഴപ്പമില്ല. നമ്മള് വിചാരിച്ചു നല്ല ഫ്ലോപ്പ് ആയി പോകുന്നു, അതേപോലെ ഫസ്റ്റ് ഉണ്ടാക്കി ഫ്ലോപ്പ് ആയി പോയി അങ്ങനെ വിചാരിച്ചു. വീഡിയോ ഇടാൻ പറ്റില്ല എന്ന് വരെ വിചാരിച്ചു. ഇവൻ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ കൊള്ളുന്ന തന്നെ. അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ, വീഡിയോ വന്നിപ്പല്ലേ. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ അതെ കമന്റ് ചെയ്യാ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.